ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ട് 1300 1450 കോടി ബഡ്ജറ്റിലെത്തിയ എല്ലാവർക്കും എന്തുദ്ദേശിച്ച് എത്തിച്ച നിങ്ങൾ ഈ രീതിയിൽ എത്തിച്ചിട്ടെങ്കിൽ ഇത് പഴച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾ ആ രീതിയിൽ എത്തിച്ചിട്ടില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ അങ്ങനെയല്ല, ഒരു സാധാരണ ഭാരത സംസ്കാരവും ഇന്ത്യ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കതിനെ കുറിച്ച് ഒരു കാര്യവും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെയല്ല, ചില പ്രൊപ്പഗാൻഡ എന്നൊക്കെ പറയൂ എന്നാണ് പറയണത്. എനിക്ക് അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ. എന്തൊക്കെയോ നിങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് അതിന് കോർപ്പറേറ്റ് കമ്പനികളെ വെച്ച് കുറെ വലിയ ബ്രില്യന്റ് ബ്രെയിന് വെച്ച് ഇന്ത്യയുടെ 150 കോടി ജനങ്ങളെ എടുത്ത് അങ്ങ് മറിച്ച് കളയാന്നുള്ള ഒരു ധാരണയൊക്കെ വെച്ചാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫെയിലിയർ. അതിന്റെ വിജയമാണ് പാർട്ട് 2. ഇത്തരം ചിത്രങ്ങൾ ഇനിയും ഇറങ്ങും. അത് ആരെയാണ് ചോദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പലരെ എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്ത് പറയുന്നത് പ്രൊപ്പഗാൻഡ വെച്ചിട്ട് പടച്ചു വിട്ടിട്ട് ലൈസൻസ് കൊടുത്ത് വിടുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെയാണ് തോറ്റു പോണത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതങ്ങനെയല്ല സംഭവിക്കുന്നത്. അത് തികച്ചും മാറ്റമുള്ള രീതിയിലാണ് സംഭവിക്കുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്തർ 2 പാർട്ട് 2 ജനത്തിനെ എഫക്ട് ചെയ്യുന്നു. കളക്ഷൻ മാറുന്നു. നമ്മളെ ഒരു സ്നേഹിക്കുന്നവരുടെ കളക്ഷൻ എന്നൊന്നും അല്ല എന്റെ അർത്ഥം. മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദുരന്തർ 2ന്റെ വിജയം അതാണ് കാണിക്കുന്നത്. ദുരന്തർ 2 ഞാനിപ്പോ പറയുന്നത് മുതൽ ചിലപ്പോൾ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർ ലോകത്തിരുന്ന് സംസാരിച്ചിരിക്കും. ആ പറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ കളക്ഷൻ പൊട്ടും. കാരണം നിങ്ങൾ മാർക്കറ്റ് സ്ട്രാറ്റജി കട്ട് ചെയ്യും. അങ്ങനെയൊന്നും ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തോടെ സത്യസന്ധമായിട്ട് രാജ്യത്തെ ഭരിക്കൂ. സത്യസന്ധമായിട്ട് രാജ്യത്തെ ഭരിക്കൂ. പിന്നെ ഇറങ്ങുന്ന സിനിമകളെല്ലാം, പിന്നെ ഇറങ്ങുന്ന ലോകമെല്ലാം, പിന്നെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾ സത്യസന്ധമായിട്ട് ഭരിക്കൂ. ഇത് ജനത്തിന് വേണ്ടി ഭരിക്കൂ. പകരം പ്രൊപ്പഗാൻഡ അതിൽ പെട്ട് തള്ളിവിടല്ലേ. തള്ളിവിട്ടാൽ നിങ്ങൾ വിടുന്ന എല്ലാ തള്ളും നാളെ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ ആലോചിക്കൂ, അഡോൾഫ് ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു? പ്രൊപ്പഗാൻഡ. അയാളെ മോശമൊന്നുമല്ല, അയാളുടെ ജീവിതവും മോശമൊന്നുമല്ല. പക്ഷെ ചില സാഹചര്യങ്ങൾക്ക് അയാൾ തള്ളിവിട്ട സാധനങ്ങൾ അയാൾക്ക് നെഗറ്റീവായി. പിന്നെ അത് കഴിഞ്ഞിട്ടോ ചിന്തിക്കൂ.